മുല്ലപ്പെരിയാർ വിഷയത്തെ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം പ്രതിഷേധാർഹമാണെന്ന മുല്ലപ്പെരിയാർ സമരസമിതി. സ്വകാര്യ അന്യായത്തിലൂടെ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് അനുകൂലമായി ചില നിർദ്ദേശങ്ങളുണ്ടായിട്ടും പ്രയോജനപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നും സമരസമിതി കുറ്റപ്പെടുത്തി. സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിലും കാലതാമസമില്ലാതെ കേരളത്തിന്റെ പരാതികൾ ബോധിപ്പിക്കുന്നതിലും വീഴ്ചയുണ്ടായി. ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തിലൂടെ 2022 സുപ്രീം കോടതി വിധിയിൽ അന്തർദേശീയ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സംയുക്ത ഡാം സുരക്ഷാ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിലെ പുരോഗതി സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കണം. കേരളത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി റിപ്പോർട്ട് നൽകിയ ജസ്റ്റിസ് കെ വി തോമസിനെ അംഗീകരിക്കുകയും അനുകൂല വിധി നേടിത്തന്നവരെ തള്ളിക്കളയുകയും ചെയ്യുന്നത് ഖേദകരമാണ്. ഗവൺമെന്റ് ഇപ്പോഴും ഈ വിഷയത്തിൽ ഉദാസീനത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് തീരത്തുള്ളവർക്കും ഈ പ്രശ്നത്തെ എത്രയും പെട്ടെന്ന് പരിഹാരത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ 3 കോടി വരുന്ന ജനങ്ങൾക്കും ആശങ്ക അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഗൗരവമേറിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ഈ വിഷയത്തെ മരം മുറിക്കാനും ബേബി ഡാം ബലപ്പെടുത്താനുമുള്ള വിധികൾ തമിഴ്നാട് നേടിക്കഴിഞ്ഞു. കേരളം അലംഭാവം കാട്ടുമ്പോൾ 152 അടി ജലനിരപ്പ് എന്ന പ്രഖ്യാപിത നിലപാടിലേക്ക് തമിഴ്നാട് കടന്നുകയറും. 2025 ഡിസംബറിൽ നടത്തിയ റിമോട്ടിംഗ് സെൻസറിംഗ് വെഹിക്കിൾ പരിശോധനാ റിപ്പോർട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജാഥകൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുല്ലപ്പെരിയാർ വിഷയത്തിലെ തുടർ നിലപാട് വ്യക്തമാക്കണം. പൊതുതിരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ പ്രകടന പത്രികയിലും ഇക്കാര്യം വ്യക്തമാക്കണമെന്നും സംസ്ഥാന ബജറ്റിൽ മുല്ലപ്പെരിയാർ പരാമർശമില്ലാത്തതിലും മറുപടി നൽകണമെന്നും ഫാദർ ജോയി നിരപ്പേൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക, ഈ ഡാം ബലവത്താണോ ബലഹീനമാണോ. നമ്മൾ സമരം തുടങ്ങി അന്ന് പോലെ ആവശ്യപ്പെട്ടു. ജോജ സാറ് ഈ കാര്യത്തിൽ ഒരു അനുകൂലമായ വിധി സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നേരിട്ട് ഇത് പറയാൻ സുപ്രീം കോടതി സാധിക്കാൻ അപ്പൊ നമ്മുടെ ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റിനെ അത് താഴ്ത്തിക്കെട്ടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അതാണ്. പെരിയാറിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മഴക്കാലത്തിനു മുമ്പ് നീക്കി നീരൊഴുക്ക് സുഗമമാക്കണം. ഈ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനും കേന്ദ്ര ജലമന്ത്രാലയത്തിനും പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മുഖ്യരക്ഷാധികാരി ഫാദർ ജോയ് നിരപ്പേൽ, ചെയർമാൻ ഷാജി ജോസഫ്, സുപ്രീം കോടതി പെറ്റീഷണർ ഡോക്ടർ ജോ ജോസഫ്, ജനറൽ കൺവീനർ സിബി ജോസഫ്, റോജി സലിം എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ.